Hi, good morning. In the last lab class, we have finished with the section called communication. അപ്പോൾ നമ്മൾ verbal and non-verbal communication complete ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. Okay, now we are moving on to the next section. ഈ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലേണിംഗ് സ്കിൽസ് അല്ലെങ്കിൽ സ്റ്റഡി സ്കിൽസിനെ കുറിച്ചാണ്. ഓക്കെ, സോ സ്റ്റഡി സ്കിൽസിന്റെ രണ്ട് ഭാഗമാണ് ഞാൻ രണ്ട് ഭാഗം എന്ന് പറയാൻ പറ്റത്തില്ല, 2-3 ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, സോ അതിൽ ഈ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് വാട്ട് ആർ ദി ലേണിംഗ് സ്റ്റൈൽസ്. ഓരോരുത്തർ പഠിക്കുന്നതിന് ഓരോ സ്റ്റൈലുകളുണ്ട്, അതിൻ്റെ ആണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇൻ ജനറൽ ഇറ്റ് ഇസ് വിഷ്വൽ, ഓറൽ. വിഷ്വൽ എന്ന് വെച്ചാൽ കണ്ടു പഠിക്കുന്നവര്, ഓറൽ കേട്ടു പഠിക്കുന്നവര്, വേർബൽ വായിച്ച് പഠിക്കുന്നവര്, they are the ones who are able to read and learn. കൈനസ്തെറ്റിക് ചെയ്ത് പഠിക്കുന്നവര്, ലോജിക്കൽ സ്റ്റെപ്സ് ആയിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ച് റീസണിങ്ങോടുകൂടി പഠിക്കുന്നവർ, സോഷ്യൽ പലരും കൂടി ചേർന്ന് ഡിസ്കസ് ചെയ്തൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ, സോളിറ്ററി തന്നെ പഠിക്കുന്നവർ. ഓക്കെ, ദെൻ വി ഹാവ് ഗോട്ട് മെത്തേഡ്സ് ഓഫ് ഗുഡ് ലേണിംഗ് ഓർ റീഡിംഗ്: പ്രിവ്യൂവിംഗ്, KVL ടേബിൾ, ആക്റ്റീവ് ലിസണിംഗ് ആൻഡ് റീപ്പ് മെത്തേഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ലാബ് ക്ലാസ്സിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Okay, so to begin, learning styles. Learning styles എന്ന് വെച്ച് കഴിഞ്ഞാൽ who are the different types of learners and ഈ ഓരോ types of learners എന്താണ്, ഏത് രീതിയിലാണ് അവര് പഠിക്കുന്നത്. So a learning style is the way each learner begins to concentrate on, process and retain new and difficult information. അപ്പം പഠിക്കാനായിട്ട് ഏത് സാഹചര്യത്തിലാണോ ഒരാൾക്ക് പറ്റുന്നത് അതിനെയാണ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ പഠിക്കുന്നത് ചുമ്മാ കുറെ ഡിസ്കസ് ചെയ്ത് മറന്നു പോകുന്ന കാര്യമല്ല, അത് റിറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റണം. ഓക്കെ, പീപ്പിൾ ലേൺ, എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളിലാണ് ലേൺ ചെയ്യുന്നത്. സോ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ ഡിഫറെന്റ് മെത്തേഡ്സും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് അവരുടെ ലേണിംഗ് സ്റ്റൈൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ആൻഡ് ഒരു രീതിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് എഫക്റ്റീവായിട്ട് തോന്നുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അപ്രോച്ച് വഴി നിങ്ങൾ പഠിച്ച് നോക്കണം. അപ്പോഴാണ് അവരവരുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഓക്കെ, വാട്ട് ആർ ദി ബേസിക് ലേണിംഗ് സ്റ്റൈൽസ്? ഒന്ന് സോഷ്യൽ, ഗ്രൂപ്പിൽ പഠിക്കുക. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് ഡിസ്കസ് ചെയ്ത് ഒന്നിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് വായിച്ച് പഠിക്കുന്നതിനാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചിലർ പരീക്ഷയൊക്കെ വരുമ്പോഴത്തേനും കുറെ പേര് ഒന്നിച്ചിരുന്ന് പഠിക്കും. ദാറ്റ് ഇസ് സോഷ്യൽ ലേണിംഗ്. സോളിറ്ററി ലേണിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ ലേണിംഗിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലേണറിന് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഹി വിൽ നോട്ട് ബി ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഓർ സ്റ്റഡി ഇൻ എ ഗ്രൂപ്പ്. ഓക്കെ, സ്വയം ചിന്തിച്ച് സ്വയം മനസ്സിലാക്കി ആ രീതിയിൽ മാത്രമേ അവർക്ക് പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അടുത്തത് വിഷ്വൽ ഓർ സ്പേഷ്യൽ ലേണിംഗ്. വിഷ്വൽ ഓർ സ്പേഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് വിഷ്വൽ എന്ന് പറയുന്ന ആ സെയിം കാര്യം നമ്മൾ കണ്ടുപഠിക്കുക. അപ്പം നിങ്ങൾ സ്കൂളുകളിലും കോളേജ് +2 ഒക്കെ ആയിരുന്നപ്പം നിങ്ങളുടെ ടീച്ചേഴ്സ് പല കാര്യങ്ങളും ക്ലാസ് റൂമിൽ ആ എക്വിപ്മെന്റ് കൊണ്ട് നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ച് തന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ വീഡിയോസ് കാണുന്നതിലൂടെ അതൊക്കെ ലാബിൽ ഓരോന്ന് ചെന്ന് കാണുന്നതിലൂടെയൊക്കെ വിഷ്വലായിട്ട് ലേൺ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. സാധാരണ
മോസ്റ്റ് പീപ്പിൾ ആർ വിഷ്വൽ ലേണേഴ്സ്. അവർക്ക് കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും കേൾക്കുന്നതിനെക്കാട്ടിൽ. ഓക്കെ, അടുത്തത് വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക്. വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് അവര് വാക്കുകൾ കേൾക്കുന്നതിലൂടെ, ഒരാൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബുക്കിൽ നിന്നും വായിക്കുമ്പോഴൊക്കെയാണ് അവർക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. അടുത്തത് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ, ലേണിംഗ് ത്രൂ നമ്പേഴ്സ്. ഓക്കെ, ദാറ്റ് ഇസ് ഗ്രാഫ്സോ ചാർട്ട്സോ ടേബിൾസ്, അതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കുന്നവർക്കാണ് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ. ദേ ഗുഡ് വിത്ത് നമ്പേഴ്സ്. ഓക്കെ, അടുത്തത് ഫിസിക്കൽ ഓർ കൈനസ്തെറ്റിക്. ഫിസിക്കൽ ഓർ കൈനസ്തെറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്ത് അവർക്ക് അടങ്ങിയിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി നടന്ന് പിടിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. Okay, those are kinesthetic learners and they'll be very good with their like with their hands. അവർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഉള്ള കേപ്പബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഓറൽ ഓർ മ്യൂസിക്കൽ, കേട്ട് പഠിക്കുന്നവര്. ഓക്കെ, ദാറ്റ് ഇസ് ദേ ലൈക്ക് ടു ഹിയർ ആൻഡ് ലേൺ. ദേ ലേൺ ത്രൂ മ്യൂസിക്. അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ചെറിയൊരു പോയിട്രി ആയിട്ടോ പാട്ടായിട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് പഠിക്കാനായിട്ട് എളുപ്പമാണ്. ദാറ്റ് ഇസ് ദീസ് ആർ ദി 7 types. Now, social learner. Okay, they get along well with others. മറ്റുള്ളവരുമായിട്ട് ഇടപെടാനായിട്ട് ഭയങ്കര മിടുക്കരാണ്. They are empathetic and listen and communicate well. Okay, അവര് ഉള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് വളരെ താല്പര്യമുള്ളവരാണ്. മറ്റുള്ളവരുമായിട്ട് ഇടപെടാനായിട്ട് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, they learn from discussing, working in groups or teams, and if there is a teacher, they like individual attention. Okay, പഠിക്കുമ്പോൾ they like to learn in a group, but if they've got doubts, they like to learn one-on-one. ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് സോഷ്യൽ ലേണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ സോൾറ്ററി ലേണർ എന്ന് പറയുന്നത് they do not like to work in collaboration. തന്നെ പഠിക്കാനായിട്ട് ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരൊരു കാര്യം പഠിക്കുമ്പോൾ അവർ തന്നെ ഇരുന്ന് അവരുടെ തോട്ട് പ്രോസസ്സിലൂടെ ഇൻട്രോസ്പെക്റ്റീവായിട്ട് അവർ തന്നെ അവരോട് തന്നെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ആൻഡ് they have good concentration only if the environment is quiet. Okay, കുറെ പേര് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നിടത്ത് അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. Now, a visual or a spatial learner. അവർക്ക് ഇമേജസ് കാണണം. ഒന്നെങ്കിൽ അവർ തന്നെ അവരുടെ മനസ്സിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഇമേജസ് ടെക്സ്റ്റ് ബുക്സിലുള്ളതോ വീഡിയോ ലെക്ചേഴ്സിലൂടെയോ മാപ്സ് ചാർട്ട്സ് പിക്ചേഴ്സ് ഒക്കെ കണ്ട് ആണ് അവർ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഈ സ്പെസിഫിക് ടൈപ്പ് ഓഫ് വിഷ്വൽ ലേണറിന് പസിൽ ബിൽഡിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് വായിക്കാൻ ഇഷ്ടമായിരിക്കും, എഴുതാൻ ഇഷ്ടമായിരിക്കും. അവർക്ക് ചാർട്ട്സോ ഗ്രാഫ്സോ ടേബിൾസോ ഒക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദേ ഹാവ് എ ഗുഡ് സെൻസ്. ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ദർ ആർ ഡിഫറെന്റ് ലെവൽസ് ഇൻ വിഷ്വൽ ലേണേഴ്സ് ഇറ്റ് സെൽഫ്. നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കുന്നത് ജനറലി അവർക്ക് ഗുഡ് സെൻസ് ഓഫ് ഡയറക്ഷൻ കാണും. അവർക്ക് സ്കെച്ചിങ്ങും പെയിന്റിങ്ങും വിഷ്വൽ മെറ്റഫോഴ്സും അനലോജീസും. വിഷ്വൽ മെറ്റഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേറൊരു കാര്യവുമായിട്ട് അവരതിനെ ലിങ്ക് ചെയ്യും. അങ്ങനെ അവർ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കും. ഒരു ഇമേജ് കാണുവാണെങ്കിൽ അതിനെ മെനിപ്പുലേറ്റ് ചെയ്ത് അതിന് ഡിഫറെന്റ് അർത്ഥങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അവർ നോക്കും. Okay, they will generally be good at constructing, fixing things, designing practical objects and interpreting visual images. Okay, ഇങ്ങനെ കുറെ സ്കില്ലുകൾ ഇതെല്ലാം ഇല്ലെങ്കിലും കുറെ ഭാഗങ്ങളൊക്കെ വിഷ്വൽ ലേണേഴ്സിന് ഉണ്ടാവും. Now the next is verbal or linguistic style. Okay, verbal or linguistic style. ഇത് കേട്ട് പഠിക്കുന്നവരാണ്. So they are auditory learners. Okay, അപ്പം ഇവർ കേട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ സംസാരിക്കാനും മിടുക്കരായിരിക്കും.
Okay, but normally ഞാൻ നിങ്ങളെ കൊണ്ടൊരു ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. Normally every person is a combination of all of these styles. അല്ലാതെ പ്യൂർലി വിഷ്വൽ പ്യൂർലി വെർബൽ അങ്ങനെ ആയിരിക്കില്ല. നോർമലി ദേ ആർ എ കോമ്പിനേഷൻ ഓഫ് ഓൾ ഓഫ് ദീസ് സ്റ്റൈൽസ്. ഇതിന്റെ പലത് യൂസ് ചെയ്തിട്ടായിരിക്കും ഒരാൾ നന്നായി പഠിക്കുന്നത്. ഓക്കെ, ബട്ട് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് വെർബൽ ആണെന്നുണ്ടെങ്കിൽ ദേ ലൈക്ക് ടു ലിസൺ ആൻഡ് ദേ ലൈക്ക് ടു സ്പീക്ക്. വേർഡ്സ് ഉപയോഗിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ആൻഡ് ദേ പ്രിഫർ വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് പിക്ചേഴ്സ്. ഓക്കെ, ഇങ്ങനത്തെ ലേണേഴ്സിന് ലിസണിങ് സ്കിൽസ് ഉണ്ടാവും, speaking, writing, storytelling, explaining, teaching, using humor, understanding the syntax and meaning of words, remembering information, arguing their point of view, and analyzing language usage. എന്നുവെച്ചാൽ അവർ വേർഡ്സുമായിട്ട് വളരെ സ്കിൽഡ് ആയിരിക്കും. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള പല ടാസ്കുകൾ ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യവുമായിരിക്കും. അടുത്തത് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ സ്റ്റൈൽ. ഓക്കെ, ഇവര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റീസൺ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ്. ലോജിക്കൽ സ്കിൽസ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്കിൽസ് യൂസ് ചെയ്യുന്നവരാണ്. They ask a lot of questions and they like to do experiments and find whether the answers to those questions are actually true. അപ്പോൾ ഇവർ ഗുഡ് റിസർച്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവരിലുള്ള സ്കില്ലുകൾ സാധാരണഗതിയിൽ കാണുന്നത് they are good problem solvers. അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് റെലവെന്റ് എന്താ, ഇറലവെന്റ് എന്താ, ആവശ്യമുള്ളത് എന്താ, ഏത് കാറ്റഗറിയിലാണ് അത് വരേണ്ടതെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കാൻ അറിയാം. അതേപോലെ തന്നെ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ എത്തിക്കാനായിട്ട് ഓരോ കോമ്പണന്റിനും എന്താണ് റിലേഷൻഷിപ്പ് എത്തിക്കാനായിട്ട് അറിയുന്നവരായിരിക്കും. ഓക്കെ, കുറെ കാര്യങ്ങൾ ഒന്നിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ലോജിക്കൽ പ്രോസസ് യൂസ് ചെയ്ത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി അതിനൊരു പ്രോസസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അവർക്ക് നന്നായിട്ട് അറിയുന്നവരായിരിക്കും. ഓക്കെ, ദേ ലൈക്ക് ടു ഡു കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്. എന്നുവെച്ചാൽ അവര് തന്നെ ഡിഫറെന്റ് സെറ്റിങ്സ് വേരി ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് റിസൾട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് താല്പര്യമുള്ളവരായിരിക്കും. Okay, they like questioning, they like to find out answers for natural events. Okay, mathematic calculations ഉള്ളത് അവർക്ക് താല്പര്യമാണ്. ജോമെട്രിക് ഷേപ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമാണ്. ഇങ്ങനത്തെ ആൾക്കാരെയാണ് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ലേണർ എന്ന് പറയുന്നത്. ഇനി people who like to use their body when learning. Okay, മൂവ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഫിസിക്കൽ ഓർ കൈനസ്തെറ്റിക് സ്റ്റൈൽ ലേണേഴ്സ്. Okay, they express their themselves through movement. They have a good sense of balance and eye-hand coordination. അപ്പോൾ good athletes ആയിരിക്കും അവർ. They remember and process information through interacting with the space around them. അവർക്ക് അടങ്ങിയിരിക്കാനായിട്ട് കഴിയത്തില്ല. അവരോരോന്ന് തൊട്ട് നോക്കിയും ചെയ്തു നോക്കിയും ഒക്കെയാണ് അവർ പഠിക്കുന്നത്. Okay, so the skills that they have is they have good hand-eye coordination ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് athletic ability ഉണ്ടാവും, physical coordination ഉണ്ടാവും. അവർക്ക് hands on experiment ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ വളരെ നന്നായിട്ട് ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. So they are people who like to do crafts, acting, miming, creating. എന്തെങ്കിലുമൊക്കെ കൈ കൊണ്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമാണ്. ഡാൻസ് ചെയ്യുന്നവർ, എക്സ്പ്രസ് ഇമോഷൻസ് through the movement of their bodies. Okay, so these are physical learners or kinesthetic learners. ഇനി അടുത്തത് auditory. Auditory എന്ന് വെച്ച് കഴിഞ്ഞാൽ their mind is full of sounds, rhythms, patterns, music, poem ഒക്കെ ആണ് അവരുടെ മനസ്സിലുള്ളത്. അവർ പഠിക്കുന്നതും അതെങ്ങനെയും ഈ മ്യൂസിക്കലായിട്ട് കൺവേർട്ട് ചെയ്തോ പോയംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തോ റിതം ഉണ്ടാക്കിയാണ് അവർ പഠിക്കുന്നത്. Okay, so these kind of learners think in sounds, rhythms and patterns. Okay, they respond to music immediately and appreciate or criticize what they hear. അവർ കേൾക്കുന്നതിനെയാണ് അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. And they are very sensitive to environmental noise. Okay, skills ഇങ്ങനത്തെ ആൾക്കാർക്ക് പാടാൻ കഴിവുണ്ടാവും, whistling, playing musical instruments. Okay, ടോണൽ പാറ്റേൺസ്, സൗണ്ട്സ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്, മ്യൂസിക് കമ്പോസ് ചെയ്യാനായിട്ട്,
They remember songs and poetry much better than they remember വാക്കുകൾ, like verbal സ്കിൽസിനെക്കാട്ടിലും അത് മ്യൂസിക്കലായിട്ട് ഇടുവാണെങ്കിലാണ് അവർക്കത് ഓർക്കാൻ കഴിയുന്നത്. ഓക്കെ, ദേ അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ആൻഡ് റിതം ഓഫ് മ്യൂസിക്. അങ്ങനത്തെ ഒരു സ്കിൽ അവർക്ക് ഉണ്ടാവും. ഓക്കെ, നൗ what I want you to do is all of these links will be in the description box. So ആദ്യം നിങ്ങൾ ഇവിടെ പോസ് ചെയ്തിട്ട് ഈ ലേണിംഗ് സ്റ്റൈൽ ടെസ്റ്റ് നിങ്ങൾ ചെയ്യാം. There are many others on the internet. You can do others if you want to. ഇത് നിങ്ങൾ ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ്, അതുകൊണ്ടാണ് I have chosen this one. Okay, do this test and write down the study tips for your learning style. Okay, ആദ്യം നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണ് എന്ന് നിങ്ങളത് എഴുതുക. എല്ലാ പ്രാവശ്യവും ലാബ് ചെയ്യുമ്പോൾ ഡേറ്റ് ഇട്ട് വൃത്തിയായിട്ട് വേണം ചെയ്യാനായിട്ട്. Okay, so do the test and write down what is your learning style and what are the study tips for your learning style. Okay, now I told you ഒരു ലേണിംഗ് സ്റ്റൈൽ നമ്മുടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈലാണ് ഈ ടെസ്റ്റിലൂടെ നമുക്ക് തരുന്നത്. ബട്ട് നോ ലേണർ ഇസ് പ്യൂർലി വൺ ടൈപ്പ് ഓഫ് ലേണർ. ഓക്കെ, പലതിന്റെ കോമ്പിനേഷൻ ആയിരിക്കാം. സോ യു മേ നോട്ട് you may find that you are not exactly the same and you need to answer the questions sincerely. Correct ആയിട്ട് ആൻസർ ചെയ്തില്ലെങ്കിൽ obviously your learning style will not be correct. Okay, so write down study tips for your learning style. Now we are moving to study skills. What is study skill? പഠിക്കുന്നതിനാണ് സ്റ്റഡി സ്കിൽ എന്ന് പറയുന്നത്. ശരിക്കും പഠിക്കേണ്ടത് സ്കൂൾ ലെവലിലാണ്, അല്ലാതെ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് ഫസ്റ്റ് ഇയറിലല്ല ഇത് പഠിക്കേണ്ടത്. എങ്ങനെ പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണെന്നും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത് ഏതൊക്കെ രീതിയിലാണെന്നും ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഓൾറെഡി. ഓക്കെ, നൗ ഈവൻ ഇഫ് യു ഹാവ് നോട്ട്, ദാറ്റ്സ് ഓക്കെ. ഇനി ആണെങ്കിലും നിങ്ങൾക്ക് ഓരോ ഡിഫറെന്റ് മെത്തേഡ്സ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, നൗ വാട്ട് ഡു വി മീൻ ബൈ സ്റ്റഡി സ്കിൽസ്? ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ, നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം മനസ്സിലാക്കുക, അതിനെ പിന്നീട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറന്നു പോകാതെ കുറെ ഭാഗമെങ്കിലും റീറ്റെയിൻ ചെയ്യുക. പരീക്ഷയോ ടെസ്റ്റോ ക്ലാസ്സിൽ എന്തെങ്കിലും ചോദ്യം വരുമ്പോഴോ ഒക്കെ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ആ പർട്ടിക്കുലർ കോൺസെപ്റ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ കഴിയും. സോ അണ്ടർസ്റ്റാൻഡ്, റീറ്റെയിൻ, റീപ്രൊഡ്യൂസ് ആൻഡ് അപ്ലൈ. ഇതാണ് സ്റ്റഡി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി പേർക്കൊരു ചിന്തയുണ്ട്, ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിരുന്നത് ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്, എന്ന് വെച്ചാൽ നമ്മുടെ IQ ഹൈ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ട്രൂ. ഇറ്റ് ഇസ് ദിസ് സ്റ്റഡി സ്കിൽ ആർക്ക് വേണേലും പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഡിഫറെന്റ് പീപ്പിൾ മൈറ്റ് ഹാവ് ടു സ്പെൻഡ് ലെസ് ടൈം ഓർ മോർ ടൈം സ്റ്റഡി ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഡിഫറെന്റ് സ്കിൽസ്. പക്ഷേ സ്കിൽസ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. Okay, so it is not directly related to intellect. ഇനി സ്റ്റഡി സ്കിൽസിനെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ കോമ്പണൻസ്, മേജർ കോമ്പണൻസ് ഇൻ സ്റ്റഡി സ്കിൽസ്: ഒന്ന്, വായിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കണം. രണ്ട്, കേൾക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കണം. മൂന്ന്, നോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കണം. 4, മെമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കണം. 5, റിവിഷൻ ഏത് രീതിയിൽ ചെയ്യണം എന്ന് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരുവിധം ഗ്രാഹ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധം നന്നായിട്ടൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയും. Okay, so the components of study skills are reading, listening, note taking, memorizing and revision. Okay, now before studying ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. സോ ഹൗ ഡു യു പ്രിപ്പയർ ഫോർ ലേണിംഗ്? 3 പോയിന്റുകളാണ്
ബേസിക് ആയിട്ടുള്ളത്. ഒന്ന്, പഠിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ പഠിക്കാനായിട്ട് കൈ എത്തുന്ന ദൂരത്തുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്സോ നോട്ട് ബുക്സോ കാൽക്കുലേറ്ററോ മറ്റ് പേന പെൻസിൽ അങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി നടന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറെ ടൈം വേസ്റ്റ് ആവത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ. 2, ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കണം. ഓക്കെ, അപ്പം മൊബൈലും ഓണാക്കി ടിവിയും ഓണാക്കി എല്ലാവരും ഇരിക്കുന്ന മുറിയിൽ ചെന്ന് ഇരുന്ന് കുറെ സംസാരിച്ചും പിടിച്ചും ഒക്കെ ദാറ്റ് ഈസ് നോട്ട് സ്റ്റഡിങ്. ഓക്കെ, സോ യു ഷുഡ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇത് സിംപ്ലി എ വേസ്റ്റ് ഓഫ് ടൈം. Okay, so turn off your mobile phones and the television. പഠിക്കുന്ന സമയത്ത് പഠിക്കുക, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തത്, ചൂസ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റഡി. നല്ലൊരു സ്ഥലം കണ്ടെത്തുക. ഓക്കെ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ ആവശ്യമുള്ള സ്പേസ്, ഡെസ്ക് ആണെങ്കിൽ ഡെസ്ക് ഏത് ഏരിയയിലാണോ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നത് ആ ഏരിയ സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, ആൻഡ് ഈ പഠിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പം ആ പ്ലേസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ പോയി ഇരുന്ന് റെഗുലർ ആയിട്ട് പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ സ്ഥലത്ത് ആരും വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനോ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ടോ പാടില്ല. ഓക്കെ, അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയാണ് പഠിക്കാനായിട്ട് ഇരിക്കേണ്ടത്. Now we are going to look at the components, some of the components. Okay, slowly we will complete all of this. Today we are looking at some of the components. അതിൽ റീഡിങ്ങിലേക്കാണ് ഞാൻ കൂടുതൽ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലിസണിങ് വി വിൽ ബി ലുക്കിംഗ് അറ്റ് ആക്റ്റീവ് ലിസണിങ്. ഓക്കെ, സോ റീഡിങ് ആൻഡ് ആക്റ്റീവ് ലിസണിങ് ആണ് ഇന്ന് നമ്മൾ ആ കോമ്പണൻസിൽ നിന്ന് നോക്കാനായിട്ട് പോകുന്നത്. റീഡിങ് പ്രോസസ്. Okay, what is the reading process? It is a specific strategy. Effective ആയിട്ട് റീഡ് ചെയ്യാനായിട്ട്, എഫക്റ്റീവ് ആയിട്ട് നോട്ടുകൾ എടുക്കാനായിട്ട്, എന്തിനു വേണ്ടി? പഠിക്കുന്നത് എഫിഷ്യൻ്റ്ലി പഠിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെ പഠിക്കുന്നതിനല്ല, ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതിനാണ് എഫിഷ്യന്റ് പഠിത്തം എന്ന് പറയുന്നത്. And an engineer needs to do everything efficiently. Okay, that is what makes us different from other people. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയും ഒരു പ്രോഗ്രാം എഴുതി അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഡിപ്ലോമ പഠിക്കുന്നവരും PG കോഴ്സുകൾ EMCAയും അല്ലാത്ത കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു എഞ്ചിനീയർ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും സോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് makes us different from other people who probably do similar jobs. Okay, so strategies of reading which helps you to read effectively and takes notes effectively to study efficiently is a reading process. Ini, what are some of the prerequisites? വായിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഓക്കെ, അപ്പം നമ്മൾ എന്ത് സാധനമാണോ വായിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു പ്രയർ നോളജ് ഉണ്ടായിരിക്കണം. സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ നോളജ് ഉണ്ടായിരിക്കണം. ആ പർട്ടിക്കുലർ ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസേജ് വായിക്കുന്നതിലൂടെ എന്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ എനിക്ക് ബിഫോർ ഹാൻഡ് അറിയാൻ പറ്റത്തുള്ളൂ വാട്ട് ഐ വോണ്ട് ടു ലേൺ ഫ്രം ദാറ്റ് മെറ്റീരിയൽ. അത് വായിക്കുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പഠിക്കേണ്ടതെന്ന് എനിക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ ക്ലിയർ ആയിരിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം, ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രയർ നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ എന്തൊരു കാര്യം വായിക്കുന്നതിന് മുമ്പ് തീരെ ഒന്നും അറിയത്തില്ലാത്തതിനെ കുറിച്ച് കുറച്ചൊരു റിസർച്ച് ചെയ്തിട്ട് വേണം അതിലേക്ക് കയറാൻ. അതല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ളതിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. Okay, now the next is strategies for learning. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളതാണ്. ഓക്കെ,
ഇത് 3 ലിങ്ക് ആയിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത്. എക്സെപ്റ്റ് ഫോർ സ്കിമ്മിങ്, the other 2 are just about 2 or 3 minutes. ഓക്കെ, സ്കിമ്മിങ് ഇച്ചിരി കൂടെ കൂടുതലാണ്. എക്സാമ്പിൾ വെച്ചിട്ടാണ് അവർ സ്കിമ്മിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, വായിക്കുന്നതിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റീഡിങ്. നൗ ഈ ഓരോ വീഡിയോസും കണ്ടിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്താണ് പ്രിവ്യൂയിങ് എന്നൊരു ചെറിയ നോട്ട് നിങ്ങൾ എഴുതണം. എന്താണ് സ്കിമ്മിങ് എന്ന് ചെറിയ നോട്ട് നിങ്ങൾ എഴുതണം. എന്താണ് സ്കാനിങ് എന്ന് നിങ്ങൾ ചെറിയ നോട്ട് എഴുതി വെക്കണം. എന്നെങ്കിൽ മാത്രമാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ പഠിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, നൗ വാട്ട് ഈസ് പ്രിവ്യൂയിങ്? Go see the video and come back. ഓക്കെ, ഇത് ലാബ് സെഷൻ ആണ്. ഞാൻ അല്ല എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്, നിങ്ങൾ സെൽഫ് ലേൺ ആണ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് എന്താണ് പ്രിവ്യൂയിങ് എന്ന് ഈ വീഡിയോ ക്ലിപ്പ് പറയുന്നുണ്ട്. പ്ലീസ് ഗോ ആൻഡ് ചെക്ക് വാട്ട് ഇസ് പ്രിവ്യൂയിങ് ആൻഡ് റൈറ്റ് നോട്ട്സ്. ഇത് നിങ്ങളുടെ ആക്ടിവിറ്റി ഓൺ റീഡിംഗ് ആണ്. എന്താണ് പ്രിവ്യൂയിങ്, എന്താണ് സ്കിമ്മിങ്, എന്താണ് സ്കാനിങ്. ഓക്കെ, പ്രിവ്യൂയിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ് വായിക്കുവാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കഥകളൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഹെഡിങ് വായിക്കുന്നു, സബ് ഹെഡിങ്സ് വായിക്കുന്നു, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഇതിനൊക്കെയാണ് പ്രിവ്യൂയിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ എന്തിനെ കുറിച്ചുള്ള ഡോക്യുമെന്റ് ആണ് എന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇതിൻ്റെ അകത്ത് ഡെപ്തിലേക്ക് നമ്മൾ വായിക്കുന്നില്ല. ഓക്കെ, അടുത്തത് സ്കിമ്മിങ്. സ്കിമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ ചില കീവേഡ്സ്, ഓക്കെ, ചില ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫ്സ് അതൊക്കെ നോക്കിയാണ് പോകുന്നത്. അപ്പൊ ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് ഒരു ഡോക്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്കിം ചെയ്യേണ്ടത്. ഇനി സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് ആ പർട്ടിക്കുലർ ഡോക്യുമെന്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ വാക്കാണ് നമുക്ക്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒത്തിരിയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകുമ്പോൾ ആ വാക്കുകൾ എവിടൊക്കെ ഉണ്ടോ അതിനെ മാത്രം വായിച്ച് പോകുന്നതിനാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുമുണ്ട്. ഓക്കെ, സോ വാട്ട് യു നീഡ് ടു ഡു ഇസ് വ്യൂ ദ 3 വീഡിയോസ് and make notes on previewing, skimming and scanning. Very important. അടുത്ത topic is KWL table. Okay, KWL table എന്ന് പറയുന്നത് ഒന്ന്, what we already know. ഒരു ടോപ്പിക് നമുക്ക് കിട്ടി, ആ ടോപ്പിക് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേനും ഇത് സ്കൂളിൽ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ്. ഒരു 3 കോളം ഉള്ള ഒരു ടേബിൾ വരയ്ക്കുക. എന്നിട്ട് ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ആദ്യം ടീച്ചർ ആ ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റുഡൻസിന് എന്തറിയാം എന്ന് ആദ്യം ബോർഡിൽ എഴുതിയിടും. അതിനെയാണ് കെ, നോ, വാട്ട് ദേ ഓൾറെഡി നോ. ഓക്കെ, രണ്ടാമത്തെ കോളത്തിൽ ടോപ്പിക് പഠിപ്പിച്ച് കഴിയുമ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ, വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ എന്നുള്ളതാണ് സെക്കൻഡ് കോളം. തേർഡ് കോളം ലെസൺ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ആക്ച്വലി സ്റ്റുഡൻസിന് എന്തൊക്കെ മനസ്സിലായി, ലേൺ ചെയ്തു. സ്റ്റുഡൻസ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ലേൺ ചെയ്യുന്നത്, അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ആ എൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തർക്കും. കെയും എല്ലും ഡിഫറെൻ്റ് ആയിരിക്കും. ഡബ്ല്യു വാട്ട് ഐ വോണ്ട് ടു ലേൺ ആൻഡ് എൽ വാട്ട് ഐ ആക്ച്വലി ലേൺഡ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വായിക്കാൻ കിട്ടുമ്പോൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് സ്റ്റഡി ചെയ്യുമ്പോൾ ഇതുപോലെ KWL ആയിട്ട് നമ്മൾ ഒരു ടേബിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവും. നമുക്ക് എന്താ അറിയാമായിരുന്നു, ഞാൻ എന്താണ് പഠിക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ എന്താണ് ഫൈനലി ആക്ച്വലി പഠിച്ചത്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ആഫ്റ്റർ വ്യൂയിങ് ദ വീഡിയോ, the topic that I have given you for the activity is UFOs, unidentified flying objects. ഓക്കെ, നിങ്ങൾ ഒരു 10 മിനിറ്റ് റിസർച്ച് ചെയ്യാം. ഓക്കെ, ഡു എ 10 മിനിറ്റ് റിസർച്ച് ആൻഡ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ UFO ടോപ്പിക്കിനെ കുറിച്ച് ഒരു KWL ചാർട്ട് വരയ്ക്കുക. ഓക്കെ, സോ K
കോളത്തിൽ UFIനെ കുറിച്ച് നിങ്ങൾക്ക് ആ ടോപ്പിക് റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് അറിയാവുന്ന എന്തൊക്കെ കാര്യമാണോ അത് എഴുതി വെക്കുക. ഇനി ഒന്നും അറിയത്തില്ലെങ്കിൽ ഒന്നും അറിയത്തില്ല എന്ന് എഴുതി വെച്ചു. Wല് UFOനെ കുറിച്ച് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നതെന്നുള്ളത് നിങ്ങൾ 3 പോയിന്റ് എഴുതി വെക്കുക. എന്നിട്ട് Lല് ആ 3 പോയിന്റിനെ കുറിച്ച് വായിച്ചിട്ട് നിങ്ങൾ ആക്ച്വലി പഠിച്ചത് എന്താണെന്ന് 3 പോയിന്റ് എഴുതി വെക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 3 പോയിന്റ് വീതം KWL ചാർട്ടിൽ എഴുതി വെക്കുക. This is the activity for your KWL chart. This is also an important topic. Question papers is easy ആയിട്ട് questions ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. Okay, now next is listening. What is active listening? ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് ഇട്ട് തരുന്നത്. കാരണം through listening to a language you can learn the language. Okay, ചിലപ്പോൾ കേൾക്കാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. I understand that. എന്നാലും ഞാൻ ഇംഗ്ലീഷിലാണ് തരുന്നത്. I choose specific videos so that ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നവർ ചെറിയ ചെറിയ ആക്സെന്റ് ഡിഫറൻസ് കാണും. അപ്പൊ ആക്സെന്റ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കേൾക്കേണ്ടി വരും. ഓക്കെ, പക്ഷെ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നവരെ ഒന്നും ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാറില്ല. ഓക്കെ, സബ് ടൈറ്റിൽസ് നിങ്ങൾക്ക് ഓൺ ആക്കാം. അപ്പൊ നിങ്ങൾക്ക് താഴെ ഇംഗ്ലീഷിൽ അത് എഴുതി വരും. അതും കൂടെ നോക്കി നിങ്ങൾക്ക് ഇവർ പറയുന്നത് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇറ്റ് ഇസ് എ വെരി ഗുഡ് മെത്തേഡ് ടു ലേൺ ഇംഗ്ലീഷ്. Okay, so listen to this. Active listening. I want you to listen to the video and ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന എന്തൊക്കെ പോയിന്റുകളാണ് ആക്റ്റീവ് ലിസണർ ആകാനായിട്ട് എന്തൊക്കെ പോയിന്റുകൾ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. Okay, so I am just going to give you an introduction about what is active listening. Active listening എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ കണ്ണും കൊണ്ടും ചെവിയും കൊണ്ടും കേൾക്കണം. ഓക്കെ, സോ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരുടെ കൈയും കൊണ്ടുള്ള ആക്ഷൻസ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവർ വാക്കുകളും കൊണ്ട് പറയുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. എന്നെങ്കിൽ മാത്രമാണ് ട്രൂ ആയിട്ട് അവര് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയൂ. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശരിക്കും ഒരു ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയൂ. Only a good communicator or a good listener can be a good learner. Okay, so this is about active listening. ബാക്കി നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി. Now the last topic for the day is REAP method. Now REAP method is used for studying as well as for reading. Okay, now REAP in the R is read, E is encode, A is analyze and P is ponder. Okay, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പഠിക്കണം, ഒരു ടോപ്പിക് നമുക്ക് പഠിക്കണം. ഓക്കെ, ഒരു ഡോക്യുമെന്റ് നമുക്ക് തന്നു, അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്, സ്റ്റഡി മെത്തേഡാണ് റീപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഈ റീപ്പ് മെത്തേഡ് ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടിയാണ്. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഇസ് യൂസബിൾ ഇൻ വൺ ഏരിയ, ഇറ്റ് ഇസ് യൂസബിൾ ഇൻ എനി ഏരിയ. ഓക്കെ, ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഈസ് എ ജനറൽ വീഡിയോ ഓൺ ദ റീപ്പ് മെത്തേഡ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ഡോക്യുമെന്റ് വേണേലും എടുത്ത് നിങ്ങൾക്ക് റീപ്പ് മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കാനായിട്ട് കഴിയും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് റീഡ്. ആദ്യം റീഡിങ് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് നേരത്തെ പറഞ്ഞത് സ്കിമ്മിങ്ങോ സ്കാനിങ്ങോ പ്രിവ്യൂവിങ്ങോ യൂസ് ചെയ്ത് നമുക്ക് താല്പര്യമുള്ള ഏത് ഏരിയകളാണോ അത് ഐഡന്റിഫൈ ചെയ്ത് അത് ക്വിക്കായിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് എൻകോഡ്. എൻകോഡ് എന്ന് പറയുന്നത്
വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കാൻ വേണ്ടിയിട്ട് നോട്ട് എടുക്കുന്നതിനാണ് സത്യത്തിൽ എൻകോഡിങ് എന്ന് പറയുന്നത്. അത് ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നെങ്കിൽ എൻകോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ആയിട്ട് ദോസ് ഹു റീഡ് ലൈക്ക് വെർബൽ ആയിട്ട് പഠിക്കുന്നവർക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതുന്നതായിരിക്കും താല്പര്യം. വിഷ്വൽ ആയിട്ട് പഠിക്കുന്നവർക്ക് ചാർട്ട്സോ ഗ്രാഫ്സോ പിക്ചേഴ്സോ ഒക്കെ ആയിട്ട് പഠിക്കുന്നതായിരിക്കും ishtam. Okay, we are going to look at a lot of encoding methods, so we will look at that later. Then second step കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും അനലൈസ് ചെയ്യുക. നമ്മൾ ഈ വായിച്ച കാര്യവും എൻകോഡ് ചെയ്ത കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക. അതിനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മുടെ അനാലിസിസും വായനയും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് ഫൈനലി നമുക്ക് മനസ്സിലായത്, കൺക്ലൂഡ് ചെയ്തത് എന്താ, ഓക്കെ, അതിനെയാണ് പോണ്ടർ എന്ന് പറയുന്നത്. So you view this video and do the activity. Make notes on the REAP method. എന്താണ് REAP method എന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. Okay, with this we are ending today's session. ഇത് 2 hours നിങ്ങൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് തീർക്കാനായിട്ട് കഴിയുള്ളൂ. So please complete this. If you have any doubts, please let me know, either in the comment section or personally, of course, you can email me. Thank you.